അഫ്ഗാനിസ്ഥാൻ ഭീകരതയുടെ കേന്ദ്രമാകുന്നു എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. ആരോപണം ഉന്നയിച്ചത് ഇന്ത്യയാണ്, UN-ലാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അത് മാറുന്നുണ്ട്. ലോകത്തിനാകെ ഭീഷണിയാകുമെന്നുള്ള മുന്നറിയിപ്പും ഇന്ത്യ നൽകുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ആ ഭീകരത, ഇല്ലെങ്കിൽ അവിടെ ഭീകരതയുടെ കേന്ദ്രമാകുന്നത്? അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ താലിബാൻ അല്ലേ ഇപ്പോൾ ഭരിക്കുന്നത്, അവർ മാത്രമല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ഒരു ടോക്കണാണ്. ഭീകരവാദം എങ്ങനെയാണ് ജനമനസ്സിൽ നിന്ന് ഭരണകൂടത്തിലേക്ക് കുടിയേറുന്നത്, അങ്ങനെ ഏറിക്കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ദുരന്തങ്ങൾ എന്താണ്? അത് ഏറ്റവും നന്നായി ലോകത്ത് ഇസ്ലാമിക ഭീകരതയുടെ എല്ലാതരം ദുരന്തങ്ങളും അനുഭവിച്ച ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ രണ്ടാമത് താലിബാൻ വന്നു, ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തെ താലിബാൻ ഭരണം, മുല്ല ഉമറിൻ്റെ നേതൃത്വത്തിൽ താലിബാൻ ഭരണം അതിഭീകരമായ ഭരണമായിരുന്നു. അന്ന് ഐക്യരാഷ്ട്രസഭയും ലോകത്തിലെ സമാധാന പ്രസ്ഥാനങ്ങളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ താലിബാൻ ഭരണത്തോളം നരകം ഭൂമിയിൽ വേറൊന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് അവിടെ അമേരിക്കൻ അധിനിവേശം വന്നു, ഓർമ്മയുണ്ടല്ലോ. അമേരിക്കയുടെ ഇടപെടൽ, അമേരിക്കൻ പട്ടാളം, അമേരിക്കൻ സൈന്യം അവിടെ സമാധാന സേനയായിട്ട് വന്നു. മാത്രമല്ല അമേരിക്കക്ക് അന്ന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയനെ അവസാനിപ്പിക്കുക എന്ന താല്പര്യം ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ അവസാനിച്ചതോടുകൂടി അമേരിക്ക പിൻവാങ്ങി, അവരുടെ ദൗത്യം പൂർത്തിയായി. അതോടുകൂടി സംഭവിച്ചത് സോവിയറ്റ് യൂണിയനെ നേരിടാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക പരിശീലിപ്പിച്ചയച്ച ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള തീവ്രവാദികളൊക്കെ തന്നെ, താലിബാൻ ഉൾപ്പെടെ ഈ പറയുന്ന അൽഖായിദ ഉൾപ്പെടെയുള്ള തീവ്രവാദികളൊക്കെ അമേരിക്കക്കെതിരെ തന്നെ തിരിഞ്ഞു. അപ്പോൾ അമേരിക്ക ലോകം മുഴുവൻ ഈ ഭീകരവാദികളെ നേരിടാനുള്ള യുദ്ധം തുടങ്ങി അഫ്ഗാനിസ്ഥാനെ വിട്ടു. അഫ്ഗാനിസ്ഥാനിൽ പതുക്കെ വീണ്ടും അരാജകത്വം വന്നു, വീണ്ടും അവിടെ താലിബാൻ അധികാരത്തിൽ വന്നു. അപ്പോൾ അഫ്ഗാനിലെ താലിബാൻ്റെ ഭരണത്തെക്കുറിച്ചുണ്ടായ ഒരു വിലയിരുത്തൽ എന്താ വെച്ചാൽ, പഴയ താലിബാൻ അല്ല പുതിയ താലിബാൻ, അത് മാറിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ആത്മാവ് മാറിയിട്ടില്ല, അതിൻ്റെ ഐഡിയോളജി മാറിയിട്ടില്ല. കൊടിയ മനുഷ്യവിരുദ്ധമായ, സ്ത്രീവിരുദ്ധമായ, കാലവിരുദ്ധമായ ആശയം തന്നെയാണ് അതിൻ്റെ ആത്മാവിലുള്ളത്, കൊടിയ വിഷം തന്നെയാണ്. പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളും പറഞ്ഞ എന്താ വെച്ചാൽ അത് പഴയ താലിബാൻ അല്ല. അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞു, കാരണം അമേരിക്കക്ക് ഇപ്പോൾ താലിബാനെ വിട്ടു, കാരണം താലിബാനെ കൊണ്ട് അപ്പോൾ അവർക്ക് അപകടമില്ല. അപ്പോൾ അമേരിക്ക അവിടെ സമാധാനം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക ഉപേക്ഷിച്ച് പോരുമ്പോൾ പറഞ്ഞു പഴയ താലിബാൻ അല്ല പുതിയ താലിബാൻ. പലരും അത് ഏറ്റു പറഞ്ഞു, അവരനുഭവത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നു, അവർ മനുഷ്യവിരുദ്ധതയ്ക്ക് ഉപേക്ഷിച്ചിരിക്കുന്നു, ജനാധിപത്യവാദികളായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അന്നും ഇന്ത്യ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഭീകരവാദത്തിന് പഴയതും പുതിയതുമില്ല, ഭീകരവാദത്തിന് നല്ലതും ചീത്തയുമില്ല. അപ്പോൾ നല്ലതും ചീത്തയുമായ ഭീകരവാദം എന്ന് പറഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ ഇന്ത്യക്ക് ഒരു നയപരമായിട്ട് സ്വീകരിക്കേണ്ടി വന്നു. കാരണം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട താലിബാൻ എന്ന ഭീകരപ്രസ്ഥാനം അഫ്ഗാനിസ്ഥാൻ ഭരിക്കുമ്പോൾ അത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണല്ലോ, അവർക്ക് ജനവിരുദ്ധമാവാൻ വഴിയില്ല, അത് കുറെ കൂടി നല്ലതാണ്. അതേ സമയത്ത് പാകിസ്ഥാൻ്റെ ഒളിത്താവളങ്ങളിൽ ഒളിച്ചിരുന്നിട്ട് ഇന്ത്യയുടെ സമാധാനം കെടുത്തുന്ന ജയ്ഷെ മുഹമ്മദും ലഷ്കർ എ തൊയ്ബയൊക്കെ കൂടുതൽ ചീത്ത ഭീകരവാദികളാണ്. ഇങ്ങനെ ഒരു ഡിവിഷൻ വന്നു, ഒരു ക്ലാസിഫിക്കേഷൻ, നല്ല ഭീകരവാദം, ചീത്ത ഭീകരവാദം. പക്ഷേ ആ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ UN-ൽ പോയി പറഞ്ഞത്. അത് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ത്യ പറഞ്ഞത് നല്ലതും ചീത്തയും ഇല്ല ഭീകരവാദത്തിന്. ഇനി നിങ്ങൾ ഈ പറയുന്ന താലിബാൻ എന്ന നല്ല ഭീകരവാദം ഭരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ആദ്യമേ തന്നെ ഇവൻ താലിബാനാണ്, അവൻ ഒരിക്കലും മാറൂല, അവൻ നന്നാവില്ല എന്ന് തീരുമാനിച്ച ലോകത്തിലെ ഒട്ടേറെ ഭരണകൂടങ്ങൾ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല, സ്റ്റിൽ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ പക്ഷേ അംഗീകരിച്ചു. എന്തിന്? ഒരേ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒരേപോലെ ശത്രുക്കളാക്കണ്ട. അതിന് രണ്ട് കാരണമുണ്ട്. ഈ അഫ്ഗാനിസ്ഥാൻ്റെ ചെലവിൽ അഫ്ഗാൻ താലിബാൻ വന്ന് പാകിസ്ഥാനിൽ താവളം ഉറപ്പിച്ചത് പാകിസ്ഥാന് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പഷ്തൂണിസ്ഥാനിൽ, പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ താലിബാൻ വന്നിട്ട് പാക് താലിബാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് പാകിസ്ഥാന് വലിയ തലവേദന ഉണ്ടാക്കിയപ്പോൾ പാക് ഭരണകൂടവും അഫ്ഗാൻ ഭരണകൂടവും തമ്മിൽ കൊമ്പ് കോർത്ത സമയത്ത് നമ്മുടെ പോളിസി എന്തായിരിക്കണം? ശത്രുവിൻ്റെ ശത്രുവായിരിക്കണം മിത്രം. അതുകൊണ്ട് നമുക്ക് നേർക്കുനേരെ പാകിസ്ഥാനോട് നേരിടാൻ വേണ്ടി താലിബാനെ നമ്മൾ ചേർത്ത് നിർത്തി. താലിബാനെ നമ്മൾ അംഗീകരിച്ചു, താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചു, താലിബാന് നമ്മൾ എംബസി കൊടുത്തു, താലിബാൻ്റെ പ്രതിനിധികളെ നമ്മൾ നയതന്ത്ര പ്രതിനിധികളായിട്ട് സ്വീകരിച്ചു. അന്നും പലരും പറഞ്ഞു ഇത് അപകടമാണ്, താലിബാൻ അംഗീകരിക്കാൻ പാടില്ല എന്ന് ഇപ്പോഴും പറയുന്നവരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം താലിബാൻ എന്ന തീവ്രവാദ പ്രസ്ഥാനം, ഭീകരവാദ പ്രസ്ഥാനം അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ ആ ജനത അനുഭവിച്ചുകൊള്ളട്ടെ, അതല്ല പ്രശ്നം. ഒരു ഭീകരവാദ പ്രസ്ഥാനം നാട് ഭരിക്കുന്നത് കൊണ്ട് ആ ഭീകരവാദത്തിൻ്റെ ദൗർബല്യം മുതലെടുത്തിട്ട് പാകിസ്ഥാനിൽ നിന്ന്
കൊടിയ തീവ്രവാദികളൊക്കെ, നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഏറ്റവും ചീത്ത ഭീകരവാദികളുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ പോയിട്ട് അഫ്ഗാൻ മണ്ണിൽ താവളം ഉറപ്പിക്കുകയാണ്. എന്താ കാരണം? പാകിസ്ഥാൻ്റെ മണ്ണിലെ ഭീകരവാദം ഒട്ടും സുരക്ഷിതമല്ല. അത് പാകിസ്ഥാൻ ഗവൺമെൻറ് ഭീകരവാദത്തിനെതിരായതുകൊണ്ടല്ല. പാകിസ്ഥാൻ ഗവൺമെൻറ് ഭീകരവാദികളെ വാഴ്ത്തിക്കൊണ്ട് വലിയ തോതിൽ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കുമ്പോഴും അവരെ രക്തസാക്ഷികളായി വാഴ്ത്തുമ്പോഴും അവർ പാകിസ്ഥാൻ്റെ പോരാളികളാണ് എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ അവരെ ഉറക്കം കെടുത്തുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എവിടെയൊക്കെ പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇന്ത്യ വിരുദ്ധമായ ഭീകരവാദികൾ വളരുന്നുണ്ടോ, പുതിയ താവളം തുറക്കുന്നുണ്ടോ, അവർ ആയുധ പരിശീലനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാനോട് പോലും ചോദിക്കാതെ അവരുടെ താവളങ്ങളിൽ നേരിട്ട് തകർക്കാനുള്ള ശേഷി, പ്രഹരശേഷി ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ തീവ്രവാദികളൊക്കെ ഇപ്പോൾ ചെന്നിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് അഭയം തേടുകയാണ്. ഇതൊരു പുതിയ അന്തരീക്ഷമാണ്. ഇന്ത്യ ഇന്ന് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യ കഴിഞ്ഞ ദിവസം UN പറഞ്ഞത്, ഒന്ന് ഓർക്കുക, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഈ തീവ്രവാദികൾ വളർന്നാൽ ഇന്ത്യയെ മാത്രമേ ബാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് നേരിടാൻ ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ തിരിച്ചറിയേണ്ട കാര്യം, അഫ്ഗാനിസ്ഥാനിലേക്ക് ചെന്നാൽ, അഫ്ഗാനിസ്ഥാനിൽ ഈ ഭീകരവാദികൾ വളരാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ എന്നും ഈ ഏഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്, അറിയാലോ, തുർക്കി സുൽത്താൻ്റെ ഭരണകാലത്ത് അഫ്ഗാൻ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലായിടത്തേക്കുള്ള പാതകൾ, സൈനിക പാത, കച്ചവട പാത ഒക്കെ അവിടെ നിന്നാണ്, അഫ്ഗാൻ മലമേടുകളിലെ ഈ പാസുകളിലൂടെയാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ വന്നാൽ ഈ ഭീകരവാദം മിഡിൽ ഈസ്റ്റിന് ഭീഷണിയാവും. ഈ ഭീകരവാദം സൗത്ത് ഈസ്റ്റിന്, അതായത് ഈ മധ്യപൂർവേഷ്യക്കും ദക്ഷിണേഷ്യക്കും ഭീഷണിയാവും. എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിന്, മലേഷ്യക്ക്, ഇന്തോനേഷ്യക്ക് ഒക്കെ ഭീഷണിയാവും. ഒപ്പം GCC രാജ്യങ്ങൾക്ക്, മിഡിൽ ഈസ്റ്റിനും ഭീഷണിയാവും. അതുകൊണ്ട് എല്ലാവരും ഓർത്ത് കളിച്ചോളണം, സൂക്ഷിച്ചോളണം. അഫ്ഗാനിസ്ഥാനിലേക്ക് എല്ലാവരും കണ്ണയക്കണം എന്നാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഇത്രയും പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി ഇന്ത്യ പറഞ്ഞത് യുഎൻ്റെ നിയമമുണ്ടല്ലോ, യുഎൻ്റെ നിയമാവലിയിൽ ഒരു ക്ലോസ് ഉണ്ട്, 1267, 1267 ക്ലോസ് പ്രകാരം കാലാകാലങ്ങളിൽ ലോകത്തെ നിരീക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് ആരൊക്കെയാണ് ഓരോരോ രാജ്യത്തെയും ഭീകര പ്രസ്താവനകൾ എന്ന് പട്ടികപ്പെടുത്തിയിട്ട് അവരെ ആഗോള ഭീകരവാദികളായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റും. ആഗോള ഭീകരവാദികളായിട്ട് അങ്ങനെ ചെയ്തൂടെ? ഞങ്ങളിതാ സാക്ഷിമൊഴി, ഞങ്ങൾ ഏറ്റവും ഒടുവിൽ പെഹൽഗാം സംഭവത്തെ മുൻനിർത്തി അതിനു മുമ്പുണ്ടായ അനേകം അനുഭവങ്ങൾ, ഉറിയിലെ കൂട്ടക്കൊല, ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം, ബോംബെ സ്ഫോടനങ്ങൾ ഒക്കെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ തരാം ലിസ്റ്റ് ഏതൊക്കെയാണ് ഭീകരവാദി എന്ന്. നിങ്ങൾക്ക് എന്താണ് അവരെ ആഗോള ഭീകര പ്രസ്ഥാനമായി പ്രഖ്യാപിച്ചൂടെ? ഇത് ഇന്ത്യ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റ രാജ്യത്തിൻ്റെ ദുർബലമായ സ്വരം മാത്രമാണ് എതിരായിട്ട് വന്നത്. അതാരായിരിക്കും? തീർച്ചയായിട്ടും പാകിസ്ഥാനെയാണ്. പാകിസ്ഥാൻ അങ്ങനെ പ്രഖ്യാപിക്കാമോ? ഏതെങ്കിലും ഒരു സംഘടന ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അവരെ ആഗോള ഭീകര പ്രസ്ഥാനമായി പ്രഖ്യാപിക്കാമോ? പാകിസ്ഥാനെ ചോദിക്കണം. അപ്പോൾ ഇതാണ് സ്ഥിതി. അപ്പോൾ പാകിസ്ഥാൻ മാത്രമാണ് ഈ എതിർക്കാൻ ഉണ്ടായത്. ഒടുവിൽ ഇന്ത്യ ലോകത്തോട് ഇന്നലെ UN വേദിയിൽ വെച്ച് ലോകത്തോട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞിരിക്കുന്നു, ലോകത്തെ അറിയിക്കേണ്ട നേരത്ത് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനിയും ലോകരാജ്യങ്ങൾ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പാകിസ്ഥാനെ ഞങ്ങൾ നിലക്ക് നിർത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ താവളം അവർ പോലും അറിയാതെ, അവർ പോലും ഉണരുന്നതിന് മുമ്പ് ഞങ്ങൾ തകർത്തിരിക്കും. പക്ഷേ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയാൽ കാര്യങ്ങൾ എളുപ്പമല്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നല്ല നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അവരോട് ചർച്ച ചെയ്യാമെന്നല്ലാതെ അവരുടെ രാജ്യത്ത് ഏതെങ്കിലും ഭീകരവാദിക്ക് അഭയം കൊടുക്കുന്നത് അവരുടെ മാത്രം ഇഷ്യൂ ആണ്. പക്ഷേ ആ ഭീകരവാദി നേരിടാൻ പോകുന്നത് ഞങ്ങളെയല്ല, നിങ്ങളെ എല്ലാമാണ്. ലോകത്തിന് തന്നെ വലിയൊരു വിപത്തായി ലോക ഭീകരവാദം അതിൻ്റെ ആസ്ഥാനമായ അഫ്ഗാനിസ്ഥാനെ തിരഞ്ഞെടുത്താൽ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുക്ക വിപത്തായി തീരും. അറിയേണ്ടവരറിഞ്ഞാൽ നല്ലതാണ്, നടപടിയെടുക്കേണ്ടവർ നടപടിയെടുത്തില്ലെങ്കിൽ ലോകമാകെ അനുഭവിക്കും എന്ന മുന്നറിയിപ്പ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നൽകിയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.